ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മരത്തിൽ എങ്ങനെ മരം കരിയിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ചിത്രം വരയ്ക്കാം എന്നതിനെ പറ്റിയാണ്. പലകയും ബേണിംഗ് ടൂളും ഒരു പെൻസിലും മാത്രമാണ്. ഇനി നമ്മൾ പെൻസിൽ കൊണ്ട് ഒരു ഫ്രീ ഹാൻഡ് സ്കെച്ച് ചെയ്യുക. ജസ്റ്റ് ഒരു മരം, ഒരു വീട്, അങ്ങനെയുള്ള സാധാരണ രീതിയിൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫ്രീ ഹാൻഡ് സ്കെച്ച് ചെയ്യുക. നിങ്ങൾക്ക് വളരെ എളുപ്പം വരയ്ക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പിക്ചർ വരയ്ക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മളിതൊരു ബിഗിനേഴ്സ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. തുടക്കക്കാർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയാണ് നമ്മളിവിടെ പറയുന്നത്. അതുപോലെ വളരെ സിമ്പിളായ രീതിയിൽ തന്നെ വരയ്ക്കുക. പിന്നെ നമ്മളത് നല്ല ഹീറ്റായതിന് ശേഷം മാത്രം നമ്മൾ ടൂൾ ഉപയോഗിക്കുക. കൈ മാക്സിമം അതിൻ്റെ തുടക്കത്തിൽ തന്നെ പിടിക്കുക, ഏറ്റവും അടിയിലേക്ക് പിടിക്കാതിരിക്കുക. അപ്പോൾ ഇതുപോലെ സ്ലോലി നമ്മൾ ആ വരച്ച വരയിൽ കൂടെ മാത്രം വരച്ചു കൊണ്ടിരിക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ വരച്ച വരയിൽ കൂടെ തന്നെ നമുക്ക് വരയ്ക്കാൻ കഴിയും. കൂടുതലായിട്ട് നമ്മൾ ടൂൾ ഷെയ്ക്ക് ചെയ്യാതിരിക്കുക. ഷെയ്ക്ക് ചെയ്യുമ്പോൾ നമ്മൾ പിക്ചറിൽ നിന്ന് ഔട്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ മരത്തിന് ആവശ്യമുള്ള ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കതിൽ തന്നെ വരുത്താവുന്നതാണ്. ഇനി ഇതേപോലെ ചില്ലകൾ ചെറിയ ചെറിയ ബ്രാഞ്ചസുകളായിട്ട് നമ്മളത് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ലീഫ് വരയ്ക്കാൻ തുടങ്ങുക. ലീഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരേപോലെ ഒന്നും വരണ്ട. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതേപോലെ ഒരു ഷെയ്ഡിങ് രീതിയിൽ മാത്രം ജസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് ഈ രീതിയിൽ ചെയ്ത് തുടങ്ങിയതിന് ശേഷം നമുക്ക് ഇനി വരുന്ന വീഡിയോകളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓരോ ലീഫുകളും സെപ്പറേറ്റ് എടുത്തെടുത്ത് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഫ്രീ ഹാൻഡ് സ്കെച്ച് രീതി തന്നെ ചെയ്തു തുടങ്ങണം. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ചെയ്യാത്ത രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ ലീഫുകൾ ചെയ്തെടുക്കുകയാണ്. ഡാർക്ക് കളേഴ്സ് വേണ്ടടുത്ത് ഡാർക്ക് കൊടുക്കുക, ലൈറ്റ് വേണ്ടടുത്ത് ചെറിയ ജസ്റ്റ് ഒരു ട്രൈ മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമ്മളതിൻ്റെ ബ്രാഞ്ചസുകൾ ചെയ്യുക, ചെറിയ ചെറിയ ബ്രാഞ്ചസുകൾ ചെയ്തെടുക്കുക. നമ്മളൊരു മരം ചെയ്യുമ്പോൾ എപ്പോഴാണ് ചെറിയ ബ്രാഞ്ചസുകൾ ചെയ്യുമ്പോഴാണ് അതിനൊരു വൃത്തി തോന്നുക. എല്ലാ ഭാഗങ്ങളിലേക്കായിട്ട് ചെറിയ ചെറിയ ബ്രാഞ്ചസുകൾ ചെയ്ത് കഴിയുന്നതും ഗ്ലൗ യൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. ചെറിയ ചെറിയ പൊള്ളലുകൾക്കൊക്കെ സാധ്യത ഉണ്ടാവും. അപ്പോൾ ഗ്ലൗ ഉപയോഗിക്കുന്നത് വളരെ നന്നാവും. ഇനി നമ്മൾ ആ ചെറിയ ബ്രാഞ്ചസിൻ്റെ അടുത്തൊക്കെ ഡാർക്ക് ടോണുകളൊക്കെ ആക്കിയിട്ട് വെച്ചെടുക്കുക. ഇനി നമുക്ക് താഴെ വരച്ചിട്ടുള്ള നമ്മളാ ചെറിയൊരു വീടിൻ്റെ പിക്ചറില്ലേ, അതിനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു തുടങ്ങാം. ആദ്യം നമ്മൾ വരച്ച ഔട്ട്ലൈൻ മാത്രം വരച്ചെടുക്കുക. ചെറിയ ചെറിയ സ്ട്രോക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു വീടിന് വേണ്ട രീതിയിൽ പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്തെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ എയിമാവുന്ന ഒരു ടൂളാണിത്. പിന്നെ നല്ലോണം ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഇനി നമ്മൾ ആ വീടിന് ആവശ്യമുള്ള ഷെയ്ഡിങ്സും കാര്യങ്ങളും കൊടുക്കുക.
ചെറിയ ചെറിയ കുറ്റിച്ചെടികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഏത് സീനറി വരയ്ക്കുമ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ബ്രഷായിട്ട് ചെയ്യുന്ന അതേ ഇത് തന്നെ നമ്മൾ ചെയ്യുക. സാധാരണഗതിയിൽ നമ്മൾ ബ്രഷായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ചെറിയ ബ്രഷസും കാര്യങ്ങളൊക്കെ വരച്ചുകൊണ്ടിരിക്കും. ഇനി നമ്മൾ അതിൻ്റെ ഒരു ബേസ് ടോണായിട്ട് നമ്മൾ കുറച്ച് ഡാർക്ക് ചെയ്തിട്ട് ഒരു ചെറിയ ജസ്റ്റ് ഒരു മഡിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഡാർക്ക് കൊടുക്കുക. നമ്മൾ ആ സീനറിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് ആ ടൂൾ വെച്ചിട്ട് തന്നെ വരച്ചു കൊടുക്കുക. നമ്മൾ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് എല്ലായിടത്തും ലീഫുകളും കാര്യങ്ങളും വരയ്ക്കും. ഇപ്പോൾ ഏറെക്കുറെ നമ്മൾ വരച്ചിട്ടുള്ള ഈ പിക്ചർ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഡാർക്കും ഹൈലൈറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ആ സീനറീനെ ഒന്നും കൂടി ഭംഗിയാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള ഈ പിക്ചർ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവർക്കും, തുടക്കക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.